ഞാൻ പറയുന്ന ഈ 4 കാര്യങ്ങൾ പരിഹരിക്കാതെ നിങ്ങൾക്ക് മൈഗ്രെയിനൊരു മോചനം ഉണ്ടാവില്ല. മൈഗ്രെയിനുമായി ബുദ്ധിമുട്ടുന്ന, സ്ഥിരമായിട്ട് മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, മരുന്ന് കുടിച്ചാൽ മാത്രമേ മൈഗ്രെയിൻ കുറയുന്നുള്ളൂ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഒന്നാമത്തെ കാര്യം നിങ്ങൾ പരിഹരിക്കേണ്ടത് കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചെന്ന് ഉറപ്പുവരുത്തണം. പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ്. മൈഗ്രെയിൻ ഉള്ള ഒരാൾ ഒരു കാരണവശാലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാനേ പാടില്ല. കറക്റ്റ് ടൈമിന് നമ്മൾ ഭക്ഷണം കഴിക്കുക. രണ്ടാമത്തത് വെള്ളം കുടിക്കുന്നത്. മൈഗ്രെയിനുള്ള പല ആൾക്കാരോടും ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് വെള്ളം കൂടി വളരെ കുറവാണെന്നാണ്. അറ്റ്ലീസ്റ്റ് 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കുക, നിങ്ങൾക്ക് ദാഹം ഉണ്ടെങ്കിലും ദാഹം ഇല്ലെങ്കിലും. മൂന്നാമത്തത് ഉറക്കമാണ്. ഉറക്കക്കുറവ് മൈഗ്രെയിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുക എന്ന് മാത്രമല്ല, പറ്റുമെങ്കിൽ എന്നും ഒരു കൃത്യമായ സമയക്രമം ഉറക്കത്തിന് വേണ്ടി പാലിക്കുക. മറ്റത് നമ്മുടെ ട്രിഗറിങ് ഫാക്ടറാണ്. ഓരോ ആൾക്കും മൈഗ്രെയിൻ വരുന്നത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. ട്രിഗറിങ്, അതായത് വെയിൽ കൊള്ളുന്നത്, യാത്ര ചെയ്യുന്നത്, അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് പരമാവധി അതിനോട് എക്സ്പോസ്ഡ് ആകുന്നത് കുറയ്ക്കുക. അതല്ലെങ്കിൽ അത് നമ്മൾ എക്സ്പോസ്ഡ് ആവേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ വേണ്ട മുൻകരുതലുകൾ എടുക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന മൈഗ്രെയിൻ്റെ ഇൻറ്റൻസിറ്റിയും ഫ്രീക്വൻസിയും നല്ല അളവിൽ കുറയും. മരുന്ന് കുടിക്കാതെ തന്നെ നമുക്കതിനെ കൺട്രോൾ ചെയ്ത് നിർത്താനും പറ്റും.